തീവിഴുങ്ങി പക്ഷികൾ. കള്ളമില്ലാതെ, കപടമില്ലാതെ, മന്ത്രമില്ലാതെ, മായമില്ലാതെ അഗ്നിയെ ആഹാരമാക്കിയ 4 തീവിഴുങ്ങി പക്ഷികൾ. ഇനി അഗ്നിക്കാവടിയാട്ടം. നഗ്നപാതരായി അഗ്നിയിൽ താണ്ഡവ നൃത്തമാടിയ താരങ്ങളുടെ അഗ്നിക്കാവടിയാട്ടം. നഗ്നപാതരായി കൂർത്ത കുപ്പിച്ചില്ലുകൾക്ക് മുകളിലൂടെ കാലിടറാതെ, നെഞ്ചിടറാതെ നടന്നുപോയ സാഹസിക നിമിഷങ്ങൾ. ഇരുമ്പുകമ്പികൾ കഴുത്തിൽ കുത്തിവളച്ച് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്റ്റാർ ചലഞ്ചിന്റെ താരങ്ങൾ അങ്കക്കലിയോടെ അടുത്ത വെല്ലുവിളിക്ക് കാതോർക്കുന്നു. Malabar Gold and Diamonds Star Challenge. Welcome to Ooty. വെൽക്കം ടു ഊട്ടി. ഇവിടെ ഇത്ര നേരം ഇല്ലാത്ത വേർപ്പൊക്കെ ഇവിടെ എത്തുമ്പോൾ വിയർക്കുക പെട്ടെന്ന്. ഇന്നത്തെ ടാസ്ക് ചെറുതായിട്ടൊരു വേദന ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ അധികം അത്ര ടഫ് അല്ലായിരുന്നു എന്നൊരു ഇപ്പം ഫീൽ ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ ഫിയർ ആണ്. ഫിയർ ഓവർകം ചെയ്തപ്പോഴാണ്. നടന്നു കഴിയുമ്പോ തന്നെ നമുക്ക് ആ ഒരു അതിനോടുള്ള ഒരു ഇത് മാറുകയാണ്. എന്തായാലും ഇവിടെ കൂടുതൽ നിൽക്കും തോറും നമുക്ക് ടെൻഷനാണ്. വേഗം വന്ന് പണി വേഗം തീർത്തിട്ട് പോയാൽ ഇന്നത്തെ എന്താന്ന് ഓർത്തിട്ടായാലും വലിയ ടെൻഷനാണ്. ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യാ കൊറേ നേരം നമ്മളിങ്ങനെ ടാസ്ക് റെഡിയാക്കുമായിരിക്കും. എന്താണ് സംസാരിച്ചോണ്ടിരിക്കാം. അല്ലേ നമ്മള് കഷ്ടപ്പെടുത്തുണ്ടായിരുന്നു. വളരെ എന്തായാലും കഷ്ടപ്പെടുത്തും. തീ വെച്ച് കളിയായിരിക്കും. അയ്യോ സിജയുടെ തലയിൽ കരിങ്കല്ല് വെച്ച് അടിച്ചു പൊട്ടിക്കാം. ഇന്ന് ദീപമൊക്കെ പക്ഷെ അത് ദീപം തെളിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ചെറിയ വ്യത്യാസം മാത്രം. നമ്മൾ ഇത്തവണ നേരിടാൻ പോകുന്നത് തീയെയാണ്, തീക്കളിയാണ് അടുത്തത്. മനുഷ്യന് പുരാതന കാലം മുതൽ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന ഒരു പ്രതീകമാണ് തീയ്. ഇരുമ്പിനെ പോലും നമുക്ക് തീ ചുരുക്കാൻ സാധിക്കും. ആ ഒരു തീയെയാണ് നമ്മളിപ്പോൾ വിഴുങ്ങാൻ പോകുന്നത്. ഒറിജിനൽ ഫയറാണ്, ഒറിജിനൽ കോട്ടനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് വിഴുങ്ങാൻ പോകുന്നത്. ചേട്ടാ ഞങ്ങൾ ഇന്നലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി ഞങ്ങൾ ഇതുവരെ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഒറിജിനൽ ഈ ഫയർ ജസ്റ്റ് ഈ കോട്ടന്റെ ടിപ്പിൽ പിടിക്കുക. അതെ അതെ, പറയുന്ന അതേ രീതിയിൽ അതേ ഡയറക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 ലക്ഷങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫോക്കസ് ആവേണ്ടത്, ക്ഷമയാ വേണ്ടത്. ഒരല്പം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തകരും. ഓക്കെ, സോ ആർ യു റെഡി? കൈ തീർച്ചയായിട്ടും കൊള്ളും. പക്ഷേ പറയുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. ബ്രോക്കൺ ഗ്ലാസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് വിചാരിച്ചത്. കോൺഫിഡൻസ് ഇല്ലാതെ പുറകോട്ട് പോകേണ്ടി ഒരു കാര്യം മുറിയുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ അത് ബ്രോക്കൺ ഗ്ലാസ് ആണെന്ന് വെച്ചാൽ അത് മുറിഞ്ഞാലും അറ്റ്ലീസ്റ്റ് വി ക്യാൻ പുട്ട് എ ബാൻഡേഡ്. പക്ഷേ ഇത് പൊള്ളിയാൽ പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെയ്താൽ ഒരിക്കലും റിസ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഏത് കാര്യത്തിലും റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കുന്നവരാണ് ജീവിതത്തിൽ വൻ വിജയം നേടുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഏത് വെല്ലുവിളി, അതെ, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ച ഒരു പാഠമാണ്. ആ ഒരു ചിന്തയാണ് നമ്മൾ കീഴടക്കാൻ പോകുന്നത്. അപ്പൊ ആരാ ആദ്യമായിട്ട് അതിനു വേണ്ടി കടന്നു വരുന്നത്? എല്ലാവരും പുറകോട്ട് പോവാ. റിയൽ ലൈഫിൽ എത്തിയാന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് കുറച്ച് വെള്ളം തരുമാരെങ്കിലും. നോക്കട്ടെ ഒരു മിനിറ്റ്. ഒറിജിനൽ താഴേക്ക് കിട്ടും. ഒറിജിനൽ ഫയർ ആണ്. പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക. നിങ്ങളോട് ഓരോ ഡയറക്ഷൻസ് ആയിട്ട് പറയും. അതിനുശേഷം ഗോ എന്ന് പറയും. ആ നിമിഷത്തിൽ തന്നെ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം തീയിലേക്ക് നോക്കി അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കരുത്. അപ്പോഴത്തേനും മനസ്സിലേക്ക് ഫിയർ ഫാക്ടർ വരും. നിങ്ങൾക്കത് ഈ ജീവിതത്തിലൊരു പ്രതിസന്ധി കാണുമ്പോഴത്തേനും അതിനെ നേരിടാൻ പ്രയാസം വരുന്ന പോലെ. അതുകൊണ്ട് ഗോ എന്ന് പറയുന്ന നിമിഷം കത്തിക്കുക, വായ്ക്കകത്തേക്ക് വെക്കുക. ഒരിക്കലും വായ്ക്കകത്തേക്ക് എറിയരുത്. എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ദേഹത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്, തീ ആളി പിടിക്കാം.
വായുടെ ചുണ്ടിൻ്റെ പകുതിയായിട്ടും വെക്കരുത്. വായുടെ അകത്തായിട്ട് മുഴുവൻ വെക്കുക, അപ്പം തന്നെ വായ അടയ്ക്കുക. ഓക്കെ, വെരി ഈസി. ഞാൻ ഒരെണ്ണം ചുമ്മാ കത്തിച്ച് നോക്കട്ടെ കൈ. ഓക്കെ, കത്തിച്ച് നോക്കിക്കോളൂ. കത്തിച്ച് കൈ പിടിച്ചോണ്ടിരിക്കണ്ട, കത്തിച്ച് താഴേക്കിടാം. പടക്കം കത്തിക്കാൻ പോകുന്ന പോലെ ചെയ്യണ്ട, താഴേക്കിടാം. കത്തിച്ച് അതേ പിടിച്ചോണ്ടിരിക്കണ്ട, ജസ്റ്റ് കത്തിക്കുക. അപ്പം തന്നെ വായ്ക്കകത്തേക്ക് വെക്കുക, അപ്പം തന്നെ വായ അടയ്ക്കുക വിത്തിൻ 2 seconds. സോ ഗെറ്റ് റെഡി, ബി കോൺഫിഡൻറ്റ്. യു ഹാവ് ദ പവർ, യു ഹാവ് ദ പൊട്ടൻഷ്യൽ. ആർ യു റെഡി? യെസ്, പ്ലീസ് ടേക്ക് വൺ. യെസ്, ഇഷ്ടമുള്ള എടുത്തോ, ആലോചിച്ച് ഒരു തീരുമാനം എടുക്കില്ല. യെസ്, ഡോൺ വറി, ഇതിൻ്റെ ടിപ്പിൽ പിടിച്ചോളൂ. ഓക്കെ, റിലാക്സ്, റിലാക്സ്. പ്ലീസ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഓപ്പൺ യുവർ മൗത്ത്, ഓപ്പൺ യുവർ മൗത്ത്. വാ മാക്സിമം തന്നോളൂ. ഓപ്പൺ യുവർ മൗത്ത്. ഗോ എന്ന് പറയുന്ന നിമിഷത്തിൽ കത്തിക്കുക, വായ്ക്കകത്തേക്ക് വെക്കുക, അപ്പോഴേ വായടയ്ക്കുക. യെസ്, നൗ യു ക്യാൻ. സോ പ്ലീസ് ടേക്ക്. You can do great things. Open your mouth, open your mouth, go. Very good, very good. Yes. Yes. Okay, very good. എങ്ങനെയുണ്ട്? അയ്യോ, നാക്ക് കരിഞ്ഞല്ലോ. അത് ജസ്റ്റ് നാക്ക് കരിഞ്ഞതല്ല, ജസ്റ്റ് കാർബൺ ആണ്. അത് വാ കഴിക്കാൻ മതി, ജസ്റ്റ് ഒന്ന് വാ കഴിക്കാൻ മതി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ, ഓക്കെ. ഇനി ചുമ്മാ പറയില്ലേ, ചുമ്മാ പറയില്ലേ. ഇല്ല, നല്ല നല്ല നല്ല. ആരാ ഇനി അടുത്തത് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്? യെസ്, ചെയ്യോ? ഓക്കെ ശ്രുതി. യെസ്, പ്ലീസ് ടേക്ക് വൺ. മുടി കത്തോ മുടി പുറകോട്ട് വെച്ചോളൂ. ചെയ്യാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ അടുത്തെത്തുമ്പോ ഒരു പേടി. ഏതെങ്കിലും ഒരു കോട്ടൺ എടുത്തോളൂ. പ്ലീസ് ടേക്ക് വൺ. അതാണ് പേടിക്കാൻ. ഇഷ്ടമുള്ള എടുത്തോളൂ. യെസ്, അതിലൊന്നും ചെയ്യണ്ട, വെറുതെ പിടിച്ചാ മതി. വിറയ്ക്കൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഒന്നും ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലേക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ശ്രുതിയെ സംബന്ധിച്ച് ജസ്റ്റ് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, സോ റിലാക്സ്, റിലാക്സ്. വെള്ളം വേണോ? വെള്ളം വേണം. ഇത് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ ഒടുക്കത്തെ പേടിയാണ്. ടാസ്ക് കഴിയുമ്പോൾ ആ പേടിയൊക്കെ മാറും. ഓക്കെ, സോ റിലാക്സ്, പ്ലീസ് ടേക്ക് വൺ. ഇഷ്ടമുള്ളവരെണ്ണം എടുത്തോ. എന്നെ കൊണ്ട് പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. സോ റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നല്ലൊരു ദീർഘനിശ്വാസം. ഒരു മിനിറ്റ്, വേണമെങ്കിൽ ഓക്കെ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നല്ലൊരു ദീർഘനിശ്വാസം എടുത്തു. നാക്കിലാ വെക്കണ്ടേ? നാക്കിന് മുകളിൽ വെക്കണോ? വായിക്കകത്തേക്ക്. അതായത് പേടിയോ? കത്തിക്കുക, വായിക്കകത്ത് വെക്കുക. ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ റിലാക്സ്, റിലാക്സ്, റിലാക്സ്. Have the power, you have the potential. Relax, take a deep breath, believe in you. Open your mouth. സത്യം പറഞ്ഞു ഇതൊക്കെ പറയുമ്പോ എനിക്ക് Don't worry. പറ്റും. ഇത്രയും ആളുകൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ശ്രുതിയെ കൊണ്ട് സാധിക്കും. ഓക്കെ, സോ റിലാക്സ്. പറ്റും ശ്രുതി. ഓക്കെ, ഇതിലെന്താ എത്ര പേടിയെന്നാണ്. don't worry, you can കൊള്ളുവോ നാക്ക്? ഇല്ല ഇല്ല, ഞാൻ ചെയ്താലേ ഫോളോ ചെയ്യുക. നമ്മൾ അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ശക്തി കൊടുത്ത് ചെയ്യും. Yes, you have the power.
മനസ്സിലേക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ആളി കത്തുന്ന അഗ്നിനാളങ്ങൾ വായിലേക്ക് വിഴുങ്ങുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇറ്റ് ഈസ് പോസിബിൾ. മനസ്സിലൊന്ന് കാണുക. ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണുക. യെസ് ഓപ്പൺ യുവർ മൗത്ത് മാക്സിമം. ഓപ്പൺ യുവർ മൗത്ത്, ഗോ. You can do. Don't worry. You can try again. ഒരു മിനിറ്റ്. പറ്റും. Take your time. കുഴപ്പമില്ല. Take your time. Okay, relax. Take your own time. Yes. Take a deep breath. Open your mouth. Open your mouth. Maximum. Open your mouth. Relax. Relax. Be patient. Yes. Yes, you have the power. Don't worry. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഒന്ന് ശ്രുതി, എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാന് ഇന്നലത്തെ പോലും ഇത്രയും ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു. എന്തായിരുന്നു മനസ്സിൽ പേടി? എന്തായിരുന്നു? വാ പൊള്ളുവോ, കാരണം കൊച്ചിലെ മുതൽ പേടിപ്പിക്കുകയല്ലേ, തീയില് തൊടരുത്, പൊള്ളുന്നു. അപ്പൊ ആ ഒരു പേടിയായിരുന്നു. മാത്രമല്ല ഞാനിന്നൊക്കെ പറഞ്ഞ് വായൊക്കെ പൊളിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഒരു ആത്മവിശ്വാസം. വാ പൊള്ളിയോ? വാ പൊള്ളില്ല. അതെന്താണ് ഇത്? നമ്മളുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. ഓക്കെ, വിഷ്ണു വളരെ കോൺഫിഡന്റ് ആണ് അല്ലേ? മോഹൻ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ കോൺഫിഡന്റ് ആയിട്ടാണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നല്ലൊരു ദീർഘനിശ്വാസം എടുത്തോളൂ. ഓക്കെ, open your eyes, open your mouth, maximum. Open your mouth, maximum. Go എന്ന് പറയുന്ന നിമിഷത്തിൽ കത്തിക്കുക, വൈകത്തേക്ക് വെക്കുക, എറിയരുത്. ഓക്കെ, open your mouth, go. വിഷ്ണു, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ തുടക്കത്തിൽ എന്തായിരുന്നു തുടക്കത്തിൽ ഏതൊരു വ്യക്തിയുടെ ഇപ്പൊ ശ്രുതിയായാലും റിയൊക്കെ ആണെങ്കിലും ഞാനും അതെ, എനിക്ക് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഏതൊരു വ്യക്തിക്കും പേടി ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ചാലഞ്ചസ് നേരിടാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചേട്ടൻ തരുന്ന ആ ഒരു മോട്ടിവേഷൻ കൂടെ ആവുമ്പോൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? അത് വളരെ നന്നായിരുന്നു. എനിക്ക് വീണ്ടും ട്രൈ ചെയ്യാം എന്നുള്ളൊരു അടുത്തൊരാള് പതുങ്ങി നിൽക്കുന്നുണ്ട്. അതെ, ചാടാന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചില ലിമിറ്റിംഗ് ബിലീഫ്സാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മളതിനെ കീഴടക്കാൻ പോവുകയാണ് ഓരോ വഴികളിലൂടെ. നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ ചെയ്തു. ഇതുവരെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതെ, ഇതുവരെ ചെയ്ത കാര്യങ്ങളാണോ ചെയ്തത്? അല്ല. അപ്പൊ ഇതും നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇതുവരെ ചെയ്യാത്ത കാര്യം എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്. ഓക്കെ, സോ പ്ലീസ് ടേക്ക് വൺ. യെസ്, കൂടെയുള്ള എല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം സിജ മാത്രമേ ഉള്ളൂ. ഓക്കെ, വെള്ളം. ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പിന്നെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം അത്ര തന്നെ. ഓക്കെ, ഓക്കെ സിജ, ലെറ്റ്സ് സ്റ്റാർട്ട്.
ഓക്കെ ഡോണ്ട് വറി. ഞാനിപ്പോ തീ കത്തിച്ച പോലെ ആയിപ്പോയി. റിലാക്സ്, പ്ലീസ് ടേക്ക് വൺ. ഇഷ്ടമുള്ള എടുക്കാം, ഇങ്ങനെ കബഡി നിർത്തുമൊന്നും വേണ്ട, ഇഷ്ടമുള്ളത്. ഓക്കെ, സോ റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്. പറയുന്ന അതേപടി മാത്രം ഫോളോ ചെയ്യുക. ഗോ എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ കത്തിക്കുക, വായ്ക്ക് അകത്തേക്ക് വെക്കുക, വായുടെ പകുതി വെക്കരുത്, അപ്പോൾ തന്നെ വാ അടയ്ക്കുക. ഓക്കെ, തീ കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഗോ എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ കത്തിക്കുക, വായ്ക്ക് അകത്തേക്ക് വെക്കുക. ഓക്കെ, സോ റിലാക്സ്. Believe in you, believe in God, believe in God. Open your mouth, open your mouth. Yes. Okay, open your mouth. Go എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ കത്തിക്കുക, തീയിലേക്ക് നോക്കണ്ട, കത്തിക്കുക, വായ്ക്കകത്തേക്ക് വെക്കുക, എറിയരുത്, ചുണ്ടിൻ്റെ പകുതി വെക്കരുത്. ഓക്കെ, ഓപ്പൺ യുവർ മൗത്ത്, ഗോ, കത്തിക്കുക. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം, ഡോണ്ട് വറി. Maximum. Okay, please take a deep breath. Go. ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കര പേടിയാണ്. ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താ ഫീൽ ചെയ്യുന്നത്? എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല, എവിടെയാണ് ഈ കോട്ടൺ ബോൾ പോകുന്നത് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പം റോക്ക് ക്ലൈംബിംഗ് ഒക്കെ ഭയങ്കര ഈസി. തീർച്ചയായിട്ടും. സത്യം എന്ത് തോന്നുന്നു? നല്ലൊരു ഫീലായിരുന്നു. എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യത്തെ ട്രയൽ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ആദ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഒന്നുമില്ല, മനസ്സിന്റെ പ്രശ്നങ്ങളാണെന്ന് കറക്റ്റായിട്ട് ഫീൽ കിട്ടി. എനിക്ക് ഇപ്പോഴും ഇതൊരു ഹാർഡ് ടാസ്ക് തന്നെയാണ്. ബട്ട് എന്നോട് ഇപ്പം പറഞ്ഞാൽ ഇനി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. മതിയായി, ട്രൈ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഇത് സത്യം നല്ല പേടിയായിരുന്നു. മുന്നേ ചെയ്തതിൽ വെച്ച് എനിക്കൊരു പേടി, ഭയങ്കരമായിട്ട് പേടി തോന്നിയത് ഇതാണ്. കാരണം നമ്മൾ സ്വന്തം നമ്മളെ പൊള്ളിക്കണ ഒരു ഫീലാണ്. തീയെടുത്ത് വായിലേക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിച്ച് 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 എനിക്ക് ശരിക്കും വളരെ പേടിയോടുകൂടെ ചെയ്തത്. പക്ഷെ വൺസ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ കോൺഫിഡന്റ് ആയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഇത് ആക്ച്വലി പേടി വന്നും പോയി ഒക്കെ ഇരിക്കുമായിരുന്നു. ആദ്യം റിയ ചെയ്യാനൊന്ന് മടിച്ചപ്പോൾ അങ്ങനെ ഒരു ചെറിയ പേടിയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, നമുക്കും പറ്റും. പിന്നെ ഇവിടെ ശ്രുതി ഇതായി തുടങ്ങിയപ്പോൾ വീണ്ടും ആ പേടി. ഈ ഒരു ടാസ്കിലൂടെ മാത്രമല്ല, ഇപ്പൊ ഇതുവരെ ചെയ്ത ടാസ്കുകളും എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഏതൊക്കെ കാറ്റഗറീസ് ആണ് നമ്മുടെ ഫിയർ വീക്കായിട്ട് തലത്തിലൂടെ നമ്മളെ ഒന്ന് മാറ്റിക്കൊണ്ട് കൂടുതൽ ഒരു മികവുറ്റ ടാസ്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുമോ? വെച്ച് പരിപാടികൾ വേണ്ട കേട്ടോ. ഒന്നും പേടിക്കണ്ട, അത് ഒന്നും പൊള്ളലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ചെറിയ ബ്ലിസ്റ്റേഴ്സിന്റെ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതില്ല പൊതിഞ്ഞ്, എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് സമയം കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും. ഡോണ്ട് വറി. നമ്മൾ 3 പേരും
ടാസ്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അയ്യോ, വീണ്ടും ഒരു തീക്കളിയാണല്ലോ. ഈ ടാസ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫയർ വാക്കിംഗ് ആണ്. ഇത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള ഈ കോൾസ് അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റെഡ് ഹോട്ട് കോൾസ് ആയി മാറാൻ പോവുകയാണ്. ചുവന്നു തുടുത്ത കനൽ കട്ടകളായി മാറാൻ പോവുകയാണ്. ഏതാണ്ട് 550 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട് ഇവിടെ ഉണ്ടാവും. നമുക്കറിയാം നോർമലി വെള്ളം തിളയ്ക്കുന്നത് പോലും 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോഴുള്ളൊരു ഹീറ്റ് നമുക്കറിയാൻ പറ്റും. ബെയർ ഫുഡിൽ നമ്മൾ നടക്കാൻ പോവുകയാണ്. നമ്മളിതിന് ഈ ഫയറിന് മുകളിലൂടെ നമ്മൾ വോക്ക് ചെയ്യാൻ പോവുകയാണ്. തീ കാണുമ്പോൾ നമ്മളിപ്പോൾ എത്ര കണ്ടാലും ആ ഒരു തീ റെഡ് ഹോട്ട് കോൾസ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഭയക്കും. റിയൽ ചാലഞ്ച് ആണിത്. തീർച്ചയായിട്ടും ആകെ സ്റ്റണ്ടായി നിൽക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയാ. But don't worry. I'm with you. Don't worry. You can do this. പ്രീവിയസ് ടാസ്ക് ഒക്കെ ചെയ്തപ്പം അറ്റ്ലീസ്റ്റ് ഒരു സേഫ്റ്റി മെഷർ, ഒരു ഹാർനസ് ഒക്കെ ഉണ്ടായിരുന്നു. സംതിങ് ടു പ്രൊട്ടക്ട് us. ഇവിടെ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബെയർ ഫീറ്റ് ആണ്. നമ്മളുടെ ഇന്നത്തെ സ്റ്റാർ ചലഞ്ചിലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ആരാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യാം. ഞാൻ എന്തായാലും ലാസ്റ്റ് ടൈം ഫയർ ഈറ്റിംഗില് അത്രയ്ക്ക് പോരായിരുന്നു. That's the right kind of attitude. That's the right attitude. Yeah. Yes, അപ്പം സിജ. Okay. Very good. So നമ്മൾ ഫയർ ബെഡ് ഒന്ന് ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫയർ വാക്ക് ഈ ഒരു ചാലഞ്ച് സത്യം പറഞ്ഞാൽ ഞാൻ ടി വിയിലും സിനിമയിലൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ലൈവ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും അതിപ്പോൾ അനുഭവിക്കാൻ പോവാണ്. കാരണം ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ടാസ്ക് വരുമെന്ന്. ഫയർ വാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബെയർ ഫുട്ട് ചെയ്യേണ്ട സംഭവമാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ ഗേൾസിൻ്റെ. അപ്പോൾ അത് പൊള്ളുവോ ആ ഒരു പേടിയൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇവിടെ ഇത്രയും ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫായിട്ടുള്ളൊരു സംഭവമാണ് ഫയർ വാക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു ചാലഞ്ച് തന്നെയാണ് അത്. എത്രത്തോളം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഞാൻ മൈൻഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ടാസ്കുകൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ടാസ്ക് എനിക്കറിയില്ല എത്രത്തോളം വർക്കൗട്ട് ആവും, എത്രത്തോളം ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. 550 ഡിഗ്രി സെൽഷ്യസിലെ ചൂടാണ്. നമുക്കറിയാം ചൂട് വെള്ളത്തിൽ കൈവെക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഫീല് നമുക്കറിയാമല്ലോ. അപ്പം ഇത്രയും ചൂടിലൂടെ നമ്മളെങ്ങനെ ചെരുപ്പൊന്നും ഇല്ലാതെ ബെയർ ഫൂട്ടായിട്ട് ഓടുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. മുഖത്തും ശബ്ദത്തിലും ഒക്കെ അറിയാം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് നന്നായിട്ട്. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ടാസ്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ടാസ്ക് കണ്ടപ്പം എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പത്തെ ടാസ്ക് ഓടാനും ചാടാനും എന്ത് ഈസിയാണ്. എനിക്ക് തോന്നുന്നു തീയും ഞാനും ദുഷ്മനാണ്. എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എസ്പെഷ്യലി ബെയർ ഫീറ്റ്, ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ ബെയർ ഫീറ്റ് തീ ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് ടോട്ടൽ മൈൻഡ് കൺട്രോൾ ഔട്ടാവും. പക്ഷേ ഇതിന് ഫയർ ബോൾ കഴിക്കുന്നൊരു സംഭവം വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്കിൽ കുറച്ചും കൂടി ഫയറിനെ ഫേസ് ചെയ്യാനൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സോ ഐ എം ഗോണ ട്രൈ ദിസ് ഫസ്റ്റ്. ഒന്നും എന്താ പറയുക, പൊള്ളലൊന്നും ഏൽക്കാതെ എല്ലാം നന്നായിട്ട് പോകും എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ ഫയർ നമ്മളിപ്പോൾ ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേപ്പർ എങ്ങനെ ഇടുന്നത്? അത് കുറച്ചുകൂടി ഈ കോൾസ് കത്താൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ ആ കോളുകൾ കത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതൊരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഇത് വളരെ നമ്മൾ കുറച്ച് ഡേയ്സിൽ സ്പ്ലിറ്റ് കുറച്ചുകൂടി പേപ്പർ കുറച്ചുകൂടി നന്നായിട്ട് വെക്കാം. കുറച്ചുകൂടി ഡേയ്സിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. യെസ്, നമ്മളൊരു സൈഡിൽ നിന്ന്
നമ്മളുടെ ഫയർ ബെഡ് നമ്മൾ ലിറ്റ് ചെയ്യാൻ പോകുന്നു. ആളിക്കത്തുവോ? യെസ്, അത്ര സ്പ്രെഡ് ആവില്ല, ഡോണ്ട് വറി. യെസ് യെസ്. നമ്മൾ ഈ ഒരു ഫയറിലല്ല നമ്മൾ അത് ബേൺ ആവും. ഈ ബ്ലാക്ക് കോൾസ് റെഡ് ഹോട്ട് കോൾസ് ആവും. ആ ഒരു സിറ്റുവേഷനിലാണ് പൊട്ടി തെറിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. യെസ്, കുറച്ച്. യെസ്, അത് സ്പ്രെഡ് ആവുകയാണ്, മറ്റു സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളുടെ ഫയർ ബെഡ് റെഡി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 550 to 600 ഡിഗ്രി സെൽഷ്യസിലുള്ള റെഡ് ഹോട്ട് കോൾസ് ആണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് ഹോട്ട് കോൾസിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളൊരു ഡെമോ കാണിക്കും. നിങ്ങളുടെ എനർജി ലെവൽ മാക്സിമം റീച്ചിലെത്തിക്കുക. ദെൻ യു ക്യാൻ ഡു ദിസ്. യെസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജി ലെവൽ അതിൻ്റെ പീക്കിലെത്തിക്കുക. Then you can easily conquer this. You can do this. Okay? So get ready. All the best. So I will show you a demo. Okay? Yes. 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 Ready? 1, 2, 3, 4. Yes. That's it. That's it. ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ കാലുകൾ നോക്കാം. ഒരു പൊള്ളലോ ഒരു സംഭവവും ഇല്ല. That's it. So you can do this. Believe in yourself. Believe in God. You can do great things in your life. So get ready. Who is coming first? Who is coming? Sija. Yes, well done, well done. So you can get ready. ഒന്ന് ഇങ്ങോട്ടേക്ക് വരാം. ജസ്റ്റ് കൈ ഒന്ന് പിടിച്ച് നോക്കാം. സോ യു ക്യാൻ റിമൂവ് യുവർ ഷൂസ്. യെസ്, ഇവിടെ അടുത്ത് വരുമ്പോൾ തന്നെ കൈ ഒന്ന് ഇതിന് മുകളിൽ വെക്കുമ്പോൾ തന്നെ യു ക്യാൻ ഫീൽ ദ ഹീറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കൈ വെക്കുമ്പോൾ തന്നെ ഇത്ര ഉയരത്തിൽ വെച്ചാൽ പോലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇറ്റ് ഈസ് 550 ഡിഗ്രി സെൽഷ്യസ്. സോ ഈ ഒരു ആക്ടിവിറ്റി, ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി സിജ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ബി റെഡി. ഇവിടെ നമ്മളുടെ എനർജി ലെവൽ മാക്സിമം എനർജി ലെവലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത്. യെസ് യെസ് 2 minutes. My time. അവിടുന്ന് എനർജി കൂട്ടി ഇങ്ങ് വന്നാം. യെസ് യെസ് സിജ, ഗെറ്റ് റെഡി. യു ക്യാൻ ഡു ദിസ്. Believe in yourself, believe in God. You are going to remove all the mental blocks from your subconscious mind. So get ready. Yes, 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 yes.
amazing. Super. Don't worry. You did a wonderful job. Yes. No problem. You did a great thing in your life. Yes. വെളിയിലേക്ക് ഇറങ്ങാം. ഒന്നും സംഭവിച്ചിട്ടില്ല. യെസ്, ഒന്നും സംഭവിച്ചില്ല. ഇല്ല, നോ പെയിൻ, നത്തിങ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഫീലിംഗ് ക്രോസ് ചെയ്തോ? യെസ്, Okay. you crossed it. So Okay. Great. you can't believe that, right? എനിക്ക് ആക്ച്വലി ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണത് ക്രോസ് ചെയ്തത്. ഞാൻ ഓടി എന്തൊക്കെയോ ചെയ്തു. Yes. So our next participant, that is Ria. All the best, Ria. Yes, no problem. So take a deep breath. Calm yourself. Visualize that. ഈ ഒരു റെഡ് ഹോട്ട് ബട്ടണിന് മുകളിലൂടെ ക്രോസ് ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. You are going to do this. All the mental blocks from your mind. You feel more confident after this activity. Set your goals. Be ready. Yes. Be ready. Yes. Start hoping. Yes. Energy. Increase your energy. Yes. 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 സ്റ്റാർ ചലഞ്ചിലെ ഏറ്റവും മികവുറ്റ മറ്റൊരു ചലഞ്ചിലേക്ക് നമ്മൾ കിടക്കുന്നു. You can do this. Believe in yourself. Believe in God. Yes. Get ready. Yes. 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 Ready? 1, 2, 3. Go. 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 Ready? 1, 2, 3. Go. 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 Very good. 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 You crossed the hot bed. Yes. Wonderful. Wonderful. Amazing. Amazing. Superb show. Superb. എനിക്ക് സത്യത്തിൽ പേടിയാ. എടാ ഒന്നും ഫീൽ ചെയ്യില്ല. പൊള്ളലുണ്ടാവില്ല. സത്യമായിട്ട് എന്നാൽ ഒന്നും പോലും ആ ഒരു തോന്നില്ല. ഫീലിംഗ് ഉണ്ട്. എനിക്കൊന്നും തോന്നില്ല. ഞാൻ എത്ര സ്റ്റെപ്പ് വെച്ചതിന്? അത് 2. തരും. അതൊന്ന് കാലിൽ വെച്ചാൽ മതി.
ഒന്നും പേടിക്കണ്ട, അത് ഒന്നും പൊള്ളലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ചെറിയ ബ്ലിസ്റ്റേഴ്സിന്റെ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അല്ല പൊതിഞ്ഞ് എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് സമയം ആ ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും. ഡോണ്ട് വറി. നമ്മൾ 3 പേരും നമ്മളുടെ ടീമിൽ നിന്ന് 2 പേർ ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഈ ഒരു ഫയർ ബെഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി എത്തുന്നത് ആരാണ്? 2 പേർ ബാക്കിയുണ്ട്. ആരാണ് ആദ്യം വരാൻ പോകുന്നത്? വിഷ്ണു. ഓക്കെ, ഗെറ്റ് റെഡി വിഷ്ണു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷ്ണുപ്രിയ. ഓൾ ദി ബെസ്റ്റ്. So, be ready, take positions. വിഷ്ണുപ്രിയയുടെ എനർജി ലെവൽ എത്രമാത്രം ഹൈ എനർജിയിൽ വിഷ്ണുപ്രിയയ്ക്ക് ഇത് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നു, അത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. Set your goals. Yes. Believe in yourself. Yes. Believe in God. Yes. Take positions. Yes. 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 You can do this. Ready. Yes. Ready. 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 1, 2, 3, 4. Very good. Very good. Very good. Very good. No problem. No problem. നമുക്ക് ആ ഒരു ഹീറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഡോണ്ട് വറി. ഡോണ്ട് വറി. ആ ഒരു ഹീറ്റ് ഫീലിംഗ് ഉണ്ടാവും. അത് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറിക്കോളും. ഓക്കെ, കാരണം ഇത് 550 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഫീല് വരും. സോ യെസ്. ഓക്കെ. യെസ്. ആർ യു റെഡി? ആർ യു കോൺഫിഡൻറ്റ്? ഇല്ല, അങ്ങനെ ഒരു ഫീൽ വരത്തേ ഉള്ളൂ. നത്തിങ് വിൽ ഹാപ്പൻ. യെസ്. ഓക്കെ, ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ്, യെസ്, ഇതോട്ടൊന്ന് വരട്ടിക്കോളൂ. അതോടൊന്ന് വരട്ടിയാണ്. അതിനകത്തൊന്നും സംഭവിക്കും ഇല്ല. അത് ആ ഫീലിംഗേ ഉണ്ടാവുള്ളൂ. കാല് പൊള്ളത്തില്ല. നിങ്ങൾ ആ ഇത് വരട്ടിയാൽ മതി. ഒന്നും പേടിക്കണ്ട, അത് ഒന്നും പൊള്ളലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ചെറിയ ബ്ലിസ്റ്റേഴ്സിന്റെ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അല്ല പൊതിഞ്ഞ് എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് സമയം ആ ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും. ഡോണ്ട് വറി. നമ്മൾ 3 പേരും സക്സസ്ഫുള്ളായ നമ്മളുടെ 3 പാർട്ടിസിപ്പൻസും ഇന്നിപ്പോൾ ഇത് വളരെ നന്നായിട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ശ്രുതിയാണ് ഉള്ളത്. എന്താണ് ആ ഒരു മെന്റൽ പവർ ഉണ്ടോ ഇത് ചെയ്യാനുള്ള ഒരു മെന്റൽ പവറിന്റെ അല്ല. ഞാനിപ്പം വിഷ്ണു ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിലും കാലം ചെറിയ, അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് പേടിയായി. കാരണം
തീയാണ്, അതിനോട് തീർച്ചയായിട്ടും. കളിക്കാൻ കാരണം 580 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡിഗ്രിയാണ്. ഒരു റെഡ് ഹോട്ട് കോൾസ് ഇപ്പൊ ഇവൻ വിഷ്ണുവും കൂടെ മീൻസ് ഒരു കാലിലൊന്നും പ്രശ്നം പറ്റിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഞാൻ ചെയ്യാൻ, പക്ഷെ ഇതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും പേടിയായി. അപ്പൊ മൈൻഡ് സെറ്റ് ആവാതെ എനിക്ക് ഇതിലൂടെ ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ ഒരു മെന്റൽ എനർജിയാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ആ ഒരു ബേൺ അല്ല, ഒരു ഫീലിംഗ് ഉണ്ട്, പക്ഷെ ഒരു ഫീലിംഗ് ഉണ്ട്, കാലിനടിയിൽ എന്തോ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ അതൊന്നും ഒന്നും അറിഞ്ഞു പോലും ഇല്ല. വാട്ട് ഈസ് ദേർ, പിന്നെ അറിയാൻ എവിടെയെങ്കിലും മുകളിൽ എന്തെങ്കിലും ഉണ്ടോ in your confidence level or കോൺഫിഡൻസ് ലെവൽ. ഇനി എവിടെയും ചാടുമ്പോൾ ഞാൻ ചാടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും സൂക്ഷിച്ച് ചാടും. നല്ല കോൺഫിഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നൊരു സംഭവമുണ്ട്. ഇതിന് മുമ്പ് വരെ ചെയ്ത ടാസ്കുകൾ ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫുൾ കോൺഫിഡൻസോടുകൂടി ഞാൻ ചെയ്യും. പക്ഷെ ഇതൊന്നും കൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. ചെയ്യില്ല. കാരണം വിഷ്ണു ഇപ്പം അനുഭവിക്കുന്ന പെയിൻ എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിൽ സ്റ്റെപ്പ് ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഫീലുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്രോസ് ചെയ്യാന്ന് മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു ഫോക്കസ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിത് ക്രോസ് ചെയ്യുന്നുള്ള. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ചിരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനാണോ അത് ക്രോസ് ചെയ്തത്? കാരണം നമ്മുടെ ശരീരമാണ്, നമുക്കൊരു ചെറുതായിട്ടൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. ഇത്രയും ചൂടുള്ള ഇത്രയും കനലിൻ്റെ മുകളിൽ കൂടി ഓടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. സന്തോഷമുണ്ട് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റിയതിൽ. പക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല, സത്യമായിട്ട് ഞാൻ ചെയ്യില്ല. ഹോൾ ലേഡീസ് ഗ്യാങ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ആക്ടിവിറ്റി ചെയ്തത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പുരുഷന്മാർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ പോലും ചെയ്യാൻ മടിക്കുന്ന വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് സ്റ്റാർ ചലഞ്ചിൻ്റെ ഈ എപ്പിസോഡ്സിൽ നമ്മൾ ചെയ്തത്. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇതൊരു ഭീകര ടാസ്ക്കായി പോയി ആക്ച്വലി. റിയയും സിജയും ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. കാരണം പൊതുവേ എല്ലാത്തിലും ഞാൻ തയ്യാറെടുത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ വിചാരിച്ചു ആ ഒരു ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കൊന്ന് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് റോങ് ആയിട്ട് എടുത്തുപോയി. നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ജോഗിങ് പൊസിഷനിൽ വേണമായിരുന്നു നമ്മൾ ഓടിപ്പോവാനും. പക്ഷെ ഞാൻ ആവേശം കയറി അതുപോലെ പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി പൊള്ളാണ്ട് എന്ന ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്പീഡും കൂടി പോയി. അത് ഭയങ്കര പ്രഷറിലാണ് ഞാൻ എൻ്റെ കാല് വെച്ചതും. അപ്പോൾ അതിൽ വെച്ചപ്പോൾ പൊതഞ്ഞു പോയി അതിലായിട്ട്. അപ്പോൾ അതാണ് കൂടുതലും എനിക്ക് പൊള്ളിയിട്ട്. അത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു കോൽ പീസ് കാലിൽ സ്റ്റക്കായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഭയങ്കര ഒരു പൊള്ളിയ ഫീല് തന്നെയാണ്. പക്ഷെ മാർക്കായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ബേണിങ് സെൻസേഷൻ. അപ്പോൾ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. അത്രയും മനോഹരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബേസിക്കലി ആ ഇൻസ്ട്രക്ഷൻസ് ശരിക്കും ഫോളോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു പ്രയാസം വരില്ലായിരുന്നു. പക്ഷെ ഞാൻ ശ്രുതിയുടെ കൂടെ പ്ലീസ് ഈ ഒരു ടാസ്ക് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യല്ലേ. ഇത് ചെയ്യണമെങ്കിലും ഈ ഒരു ടാസ്ക് ഇനി ഐ മീൻ വിത്തൗട്ട് എ പേഴ്സണൽ ട്രെയിനിങ് ആൻഡ് അൺടിൽ അൺലെസ് നമ്മൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇതൊരു ചാലഞ്ചായി തന്നതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു, നമ്മൾ ചെയ്തു, ട്രൈ ചെയ്തു. പക്ഷേ ദിസ് ഈസ് റിയലി ഹാർഡ്. എനിക്ക് തോന്നുന്നു നമുക്ക് തന്ന ടാസ്കിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ടഫസ്റ്റ് വൺ ആയിരുന്നു. അതുകൊണ്ട് ഐ എം ഹാപ്പി ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. പക്ഷെ എന്നാലും ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ പോകുന്നത് ഞാൻ ആലോചിക്കുന്നു. എന്റെ കാലം ഫ്ലവേഴ്സിനോടുള്ള ഇഷ്ടം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുക. facebook.com/flowers on air